ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കോണ്ടന്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്, സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെ കോണ്ടന്റ് ഷൂട്ട് ചെയ്യുന്ന വേറൊരു കൂട്ടം ആൾക്കാർ. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ ഇൻസൈറ്റും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോർ ദോസ് ഹു ബിൽഡ് എന്നായിരുന്നു ഇന്നലത്തെ ആ ഒരു പ്രോഗ്രാമിലെ ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്നെ സ്ട്രൈക്ക് ചെയ്ത 3 കാര്യങ്ങൾ: കോണ്ടെക്സ്റ്റ്, കൺസെപ്റ്റ്, കോണ്ടന്റ്. ഞാനും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു എഫർ പേപ്പർ എടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് മനപ്പാടാക്കിയിട്ട് ക്യാമറ മുന്നിൽ വന്നിരുന്ന് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നത് ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. എഫക്റ്റീവ് ആയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിലൂടെ നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്നത്, അതിന്റെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്, ആൻഡ് ദ കോണ്ടന്റ്. ഇന്ന് കോണ്ടന്റ് ക്രിയേഷൻ മേഖലയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇന്ന് മാർക്കറ്റിൽ ആളുകളുണ്ട്. നിങ്ങളെ കേൾക്കാൻ ഇരിക്കുന്ന ഈ ആളുകളോട് എന്താണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? നിങ്ങളുടെ ആശയമാവാം, ഇൻഫർമേഷൻസ് ആവാം, അറിവാവാം, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ആവാം, എമോഷൻസ് ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏത് കോണ്ടെക്സ്റ്റ് ബേസിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ, ഈ ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റി അവിടെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതിനുശേഷമാണ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതും അതിനാണ് നമ്മൾ കോണ്ടന്റ് ആക്കിയിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടതും. എന്തെങ്കിലുമൊക്കെ വായി തൊന്ന് വിളിച്ചു പറയുക എന്നുള്ളതല്ല. അതിനൊക്കെ അപ്പുറം 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഒരു പ്രോപ്പർ ചാനൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷന്റെ മെയിൻ കാര്യം എന്നുള്ളത് ഇന്നലത്തെ പ്രോഗ്രാം മനസ്സിലായി. അപ്പോൾ ശരി, ബൈ.